സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യം എന്ന് പറയുന്നു, പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറയുന്നു. ഇപ്പം പിന്നെ SNDPയുടെ ആ ഒരു പരിപാടിയിൽ വെച്ച്, SNDP അല്ല, ഈ വർക്കല ശിവഗിരിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ്. പിന്നീട് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ NSSൻ്റെ പരിപാടിയിൽ വെച്ച് NSSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മറ്റൊരു മറുപടി പറയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ഈ സനാതനധർമ്മം? ഇനി ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച അതേ ആശയം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അല്ല, സനാതനധർമ്മം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതിന് ശേഷമായിരിക്കണം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു സനാതനിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ നേതാക്കളെല്ലാവരും തന്നെ പോകേണ്ടത്. അതിന് പകരമായിട്ട് അവരവരുടേതായ രാഷ്ട്രീയത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രഭാഷണങ്ങളാണ് ഓരോരുത്തരും നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സനാതനധർമ്മം എന്ന് ചോദ്യമാണ് ആദ്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഹിന്ദുയിസത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് എന്നാണ് ഹിന്ദു ഓർത്തഡോക്സി വിശ്വസിക്കുന്നത്. അപ്പോൾ ഹിന്ദു ഓർത്തഡോക്സിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അവർ പറയുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂരിറ്റി, ജീവിതത്തിൽ പരിശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2, അവരോടുള്ള സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് മറ്റ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരാശയം. അതൊരു ഡ്യൂട്ടിയാണ് നമ്മളുടെ. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ക്രിസ്തു പറഞ്ഞ വാചകം പോലെ തന്നെ നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ സനാതനധർമ്മത്തിലെ ഒരു വാചകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൂട്ടം ഡ്യൂട്ടികൾ, ഒരു കൂട്ടം നമ്മളുടെ ചുമതലകളെയാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മ എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കുന്നത്. അത് ഹിന്ദുയിസത്തിൻ്റെ എസൻസാണ് എന്ന് വിശ്വസിക്കുകയും അത് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും പാലിക്കേണ്ടതാണ് എന്ന് ഹിന്ദു ഓർത്തഡോക്സ് പറയുന്നു. ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ള മറ്റൊന്നാണ് സ്വധർമ്മ എന്ന് പറയുന്ന സാധനം. സ്വധർമ്മ, സ്വന്തം ധർമ്മം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ധർമ്മമാണ്. അങ്ങനെ ക്ഷത്രിയൻ്റെ ജോലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലും ആളുകളെ കൊല്ലലുമാണ്. അതേപോലെ തന്നെ ബ്രാഹ്മണൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പൂജാരിയായിരിക്കുകയും അതേപോലെ തന്നെ ദൈവവുമായി മനുഷ്യനെ ബന്ധപ്പെടുന്നതായിട്ടുള്ള പ്രക്രിയ ഏർപ്പെടുക എന്നാണ്. വൈശ്യരുടെ ഒരു ഡ്യൂട്ടി, അവരുടെ ചുമതല എന്ന് പറയുന്നത് വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ശൂദ്രരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമപ്പണി ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സ്വധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ സ്വധർമ്മത്തെ ഭഗവത്ഗീത എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. ഭഗവത്ഗീത അങ്ങനെയാണ് അർജുനൻ്റെ യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന സമയത്ത് നിൻ്റെ ജോലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതും ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ആ സ്വധർമ്മമാണ് അത് ശരിക്കും. അത് സനാതനധർമ്മമല്ല ശരിക്കും. അപ്പോൾ ഇത്തരം വളരെ സങ്കീർണമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ആശയ സംവിധാനത്തെ വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും, എന്നുവെച്ചാൽ ഇത് വളരെ ഫിലോസഫിക്കലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ്, രസകരമായിട്ടുള്ള വിഷയമാണ്. അത് പകരമായിട്ട് ഈ ഹിന്ദുയിസം, പുതിയ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ഒരു രാഷ്ട്രീയ ടൂളായി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സനാതനികൾ എന്ന് പറയുന്നത് അതാണ്. സനാതനധർമ്മത്തിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരെ അതിശക്തമായിട്ടുള്ള കോലാഹലമാണ് അവരുണ്ടാക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മളത് കണ്ടതാണ്. നമുക്കറിയാം, തൊട്ടടുത്ത് സ്റ്റാലിൻ്റെ മകൻ അദ്ദേഹം സനാതനധർമ്മത്തിനെതിരായിട്ട് സംസാരിച്ചതാണ്. എന്താ ഈ സനാതനധർമ്മം എന്ന് വ്യാഖ്യാനിച്ചിട്ടാണോ സംസാരിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ സനാതനധർമ്മത്തെ അദ്ദേഹം എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ദ്രാവിഡരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണർക്ക് കീഴടങ്ങി ജീവിക്കേണ്ടതായിട്ടുള്ള ആളുകളാണ് എന്നുള്ള സങ്കല്പമാണ്. അതിനെയാണ് അവരെതിർക്കും. എതിർത്തേ പറ്റൂ. കാരണം ശൂദ്രൻ്റെ മുന്നിൽ സനാതനധർമ്മം അപ്രസക്തമാണ്. കാരണം അവനെ എന്നും അടിമയായി കിടക്കണമെന്നാണെന്ന് പറയാം. അപ്പോൾ ആ വ്യവസ്ഥയെ അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ അവരസ്നേഹവും അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അനുകമ്പയും ഒക്കെയാണ്. അതൊക്കെ ഭയങ്കര രസമുള്ള, നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ മാത്രമാണ് അത് വളരെ അപകടകരമായി തീരുകയും സമൂഹത്തെ ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോൺ സെപ്പറേറ്റിസമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നുവെച്ചാൽ
അത് ഇൻഡിവിസിബിളാണ്, ഒരു കാരണവശാലും വിഭജിക്കാനാവാത്തതാണ്, അത് മരണമില്ലാത്തതാണ്, അനശ്വരമാണ്, കാലാതീതമാണ് എന്നും എക്കാലത്തും നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ആശയമാണ്. പക്ഷെ അതല്ല നമ്മൾ ഈ പുതിയ കാലത്തെ രാഷ്ട്രീയ സനാതനം എന്ന് പറയുന്ന സാധനം. രാഷ്ട്രീയ സനാതനം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ സ്വധർമ്മത്തെയാണ് അതിനെ അവർ ന്യായീകരിക്കുന്നത്. അതൊരിക്കലും അതുകൊണ്ട് ഈ കീഴ്ത്തട്ടിൽ കിടക്കുന്നവനെ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല, അവനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവനൊന്നും അടിമയായിരിക്കണം എന്ന് പറയുന്ന അടിമയായിരിക്കലാണ് അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ കടമ അതാണ്, നിൻ്റെ സ്വധർമ്മം എന്നാണ്, നിൻ്റെ അതാണെന്ന് പറയാം. അതവൻ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം നമ്മുടെ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പറയന്മാരായിട്ടുള്ള ആളുകൾ, അവരൊന്നും ഒരു കാരണവശാലും എന്നിങ്ങനെ പറയരായിട്ടും പുലയരായിട്ടും മറ്റുള്ളവരുടെ അടിമകളായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ എല്ലാവരും ഇങ്ങനെ ഒന്നാണ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരാശയമായിട്ട് നമുക്ക് തന്നെ എടുക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിട്ടെന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. അതിതാണ്, അതിനെ അംഗീകരിക്കാനായിട്ടുമില്ല. ശ്രീനാരായണ ഗുരു എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വലിയ തരത്തിൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ജാതി കേരളം എന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് കേരളത്തെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയാണല്ലോ ശരിക്കും. അവിടെ ശ്രീനാരായണ ഗുരു എന്താ ചെയ്തത്? അധസ്ഥിതരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ശിവനാണ് എന്ന് സങ്കല്പിക്കുകയും അതിലേക്ക് ശരിക്കും പറഞ്ഞ ദൈവചൈതന്യത്തെ ട്രാൻസെൻഡ് ചെയ്യിപ്പിക്കുകയും അത് ദൈവമായി മാറുകയും അങ്ങനെ അവർക്ക് അതിനെ ആരാധിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അന്ന് ഈഴവനായ ഒരു ഗുരുവിന്, അയാൾ സന്യാസിയായാലും ആരായാലും ഈഴവനാണ്, ഈഴവന് പ്രതിഷ്ഠ നടത്താനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നോ? ഇല്ല. സാധാരണ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക്, ഈഴവർക്ക്, പറയർക്ക്, പുലിയർക്ക്, മറ്റ് വിശ്വകർമ്മർക്ക്, അങ്ങനെ ആരൊക്കെ ഉണ്ടോ ഈ കീഴള ജാതിയിൽപ്പെട്ട ഒരാൾക്കും ഇതിനുള്ള അനുവാദം ഇല്ലായിരുന്നു, ഇതിന് അധികാരം ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ട്, അവർക്ക് അമ്പലങ്ങളുണ്ടായിരുന്നില്ല, അവർക്ക് നല്ല ദൈവങ്ങളെ പൂജിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ചാത്തൻ, ചാമുണ്ടി, അങ്ങനെ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ദൈവങ്ങൾ പോലും വളരെ നികൃഷ്ടമായിട്ടുള്ള പേരിലേ അറിയപ്പെടാനായിട്ട് പാടുള്ളൂ. അത്തരം ദൈവങ്ങളെ അവർക്ക് ആരാധിക്കാം, പൂജിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്ന ഒരു കാലമായിരുന്നു ശരിക്കും. അത് മാറ്റിയാണ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു. എന്ന് വെച്ചാൽ ഈ അധസ്ഥിതിനൊപ്പം നിന്നിട്ട് ജാതി വ്യവസ്ഥയെ പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത്. മതത്തിനൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് വലിയൊരാശയം കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഒരു അദ്വൈതവാദിയായിരുന്നു. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ഭാരതീയ ഫിലോസഫിയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഈ അദ്വൈത ഫിലോസഫിയിലൂടെയാണ് നേടിയെടുക്കുന്നത് ഫിലോസഫിക്കലായിട്ട്. ശങ്കരൻ അതിൻ്റെ ഒരു വലിയ പ്രതീകമായിരുന്നു ശരിക്കും, ആദിശങ്കരൻ എന്ന്. അപ്പോൾ ശങ്കരൻ മുന്നോട്ട് വെച്ച അദ്വൈതം തന്നെയാണ് ശ്രീനാരായണ ഗുരുവും ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് പല ഈ ഹിന്ദു ഐക്യവേദിയുടെയും മറ്റും നേതാക്കൾ പറയുന്നത് ശങ്കരൻ്റെ മതം തന്നെയാണ് ശ്രീനാരായണൻ്റെ മതം. അത് ശരിയല്ല. കാരണം ശങ്കരൻ പറഞ്ഞ ഫിലോസഫിയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഫിലോസഫി, തത്വശാസ്ത്രം. എങ്കിലും ശങ്കരൻ്റെ രീതിശാസ്ത്രമായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരു ഈ ഫിലോസഫിയെ അധസ്ഥിതനായിട്ടുള്ള മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവനെ വിമോചിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ശ്രീ ശങ്കരാചാര്യ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ്, നമ്മൾ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനെ ശ്രീനാരായണ ഗുരുവിനൊക്കെ ഒരേപോലെ വെച്ചിട്ടാണ് നമ്മളെ നവോത്ഥാന ചർച്ചകളെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ശ്രീശങ്കരനോടാണ് ചോദിക്കുന്നത്. അതായത് പറയാൻ വരുന്ന സമയത്ത് പറയനോട് വഴിമാറട പറയാ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരോട് ആ പറയാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വഴിമാറേണ്ടത് ഗാത്രത്തിനോ ആത്മാവിനോ, എന്നുവെച്ചാൽ ശരീരത്തിനോ ആത്മാവിനോ, ആർക്കാണ് വഴിമാറേണ്ടതെന്ന് അങ്ങ് പറ. ആത്മാവെല്ലാം ഒന്നാണല്ലോ, അതിന് പിന്നെ വഴിമാറേണ്ട കാര്യമില്ല. ശരീരത്തിനാണ് വഴിമാറേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ദ്വൈതമായി.
ദ്വൈതിയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ വെല്ലുവിളിയാണ് പണ്ഡിറ്റ് കറുപ്പൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മി എന്ന് പറയുന്നതായിട്ടുള്ള ആ പുസ്തകത്തിലൂടെ പ്രകടമാക്കിയത്. അതൊക്കെ എന്താ ചർച്ച ചെയ്യാത്തത്? വെറുതെ ഇവിടെ വന്നിട്ട് ഈ ശിവഗിരിയിൽ പ്രസംഗിക്കാനായിട്ട് ഇവനൊക്കെ അവസരം കൊടുത്തത് അവൻ ഒന്ന് മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ, ഒരാൾ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ, ഒരാൾ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേരിൽ, ഒരാൾ മുൻ കേന്ദ്രമന്ത്രി BJPയുടെ നേതാവെന്ന്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇവിടെ കയറിയിരിക്കാൻ എവിടെ ഇടം കിട്ടുക? ആരാണ് ഇവർ? എന്നിട്ട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇത്ര വലിയ സംഭവമാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ മാറിയ അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. പക്ഷേ ആ ശ്രീനാരായണ ഗുരു ദൈവമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഖുശ്ബു എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുണ്ട് തമിഴ്നാട്ടിൽ. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്കൊരു ക്ഷേത്രം പണിതിട്ടുണ്ട് ഖുശ്ബുവിന്, അല്ലേ? അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ജനത ഈ ക്ഷേത്രത്തെയും ഖുശ്ബുവിനെയും കണക്കാക്കുന്നത്? അവരൊരു ദൈവമാണെന്ന് പറയുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഈ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. നമ്മളുടെ സമൂഹം ഗൗരവമല്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് തന്നെ. പഴയ കാലത്ത് മനുഷ്യർ നടത്തിയിരുന്ന വലിയ സൈദ്ധാന്തികമായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇപ്പോൾ ശ്രീശങ്കരൻ ഇന്ത്യയിൽ എമ്പാടും നടന്ന് എല്ലാ ആളുകളും തർക്കത്തിന് വിളിക്കുകയും ആ തർക്കങ്ങളിൽ എല്ലാവരെയും തോൽപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സർവജ്ഞപീഠം ലഭിക്കുന്നത്. നിസ്സാരനായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ആരെയും തർക്കത്തിന് വിളിച്ച് പരാജയപ്പെടുത്താനായിട്ടുള്ള കരുത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതുപോലെ പല രീതികളിലും വിപ്ലവകരമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞിരുന്നില്ല എന്നുള്ളത്. ശ്രീനാരായണ ഗുരു പക്ഷേ ആ വിഷയത്തിലെത്തി. ഏത് വിഷയം? അധസ്ഥിതരായിട്ടുള്ള മനുഷ്യനെ എന്ത് ചെയ്യണം എന്നുള്ളത്, അതിൽ ഊന്നൽ നൽകി ഫോക്കസ് ചെയ്ത ഒരു ചിന്തയും പ്രവൃത്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു അവന് അമ്പലം പണിത് കൊടുത്തത്, അവന് സ്കൂൾ പണിത് കൊടുത്തത്. മാത്രമല്ല അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വാചകം, ദാറ്റ് ദോ ആർട്ട്, അത് നീ തന്നെയാണ് എന്ന് പറയുന്നതായിട്ടുള്ള സന്ദേശം അവതരിപ്പിക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളിൽ ഒന്നാണ് കണ്ണാടി പ്രതിഷ്ഠ. പലരും പല രീതിയിലായിരിക്കും അതിന് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഞാനതിന് കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ചെന്ന് തൊഴുകുന്നത് ആരെയാണ്? കണ്ണാടിയാണ്. കണ്ണാടിയിൽ തൊഴുമ്പോൾ ആരെയാണ് നമ്മൾ തൊഴുകുന്നത്? നമ്മളെ തന്നെയാണ്. കാരണം നിന്നിലാണ് ദൈവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശങ്കരൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് പറയുന്നത്. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് ഈ പ്രകൃതിയും ഈ പ്രപഞ്ചം മുഴുവനും മിഥ്യയാണ് എന്ന് പറയുന്നുണ്ട്. അത് അദ്വൈത സിദ്ധാന്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഏകസത്യം എന്ന് പറയുന്നതായിട്ടുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നതിന് പ്രാമുഖ്യവും പ്രാധാന്യം കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ ലോകത്ത് ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതാണ് ഈ സനാതന തത്വം എന്ന് പറയുന്ന സാധനം. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അന്തസത്ത, ജീവിതത്തിൻ്റെ അന്തസത്ത, ദൈവത്തിൻ്റെ അന്തസത്ത എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആ മഹത്തായിട്ടുള്ള അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അവൻ ചില ഘട്ടങ്ങളിൽ ജീവൻ മുക്തനായി മാറിത്തീരുന്നത്. ഇപ്പോൾ ജീവൻ മുക്തനായ ഒരു മനുഷ്യനായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ അദ്വൈതം കണക്കാക്കുന്നത്. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ റീബർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, പുനർജന്മം എന്ന് പറയും. ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥ റീബർത്തിലൂന്നി നിൽക്കുന്നൊരു സാധനമാണ്, പുനർജന്മത്തിലൂന്നി നിൽക്കുന്നതാണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലും മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് അവസരമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ, നിങ്ങൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്താൽ, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, അഴിമതിക്കാരനായി കഴിഞ്ഞാൽ, അക്രമിയായാൽ, പോക്കരിയായാലൊക്കെ നിങ്ങൾ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ വല്ല പുഴുവായിട്ടോ പുല്ലായിട്ടോ ജനിക്കും. പുല്ലായിട്ട് ജനിച്ചാൽ നിൻ്റെ മുഖത്തുകൂടി മറ്റുള്ള മനുഷ്യർ നിരങ്ങും, ചവിട്ടി നടക്കും, തുപ്പും, ആട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോഡുണ്ടാക്കി വെച്ചിട്ട് മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് അക്കാലം ചെയ്തിരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാണ്ട് ഇന്നും നമുക്ക് ഈ പുനർജന്മം, സുരേഷ് ഗോപി അടുത്ത ഇടക്ക് പറഞ്ഞത്, പുനർജന്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹമൊക്കെ പറയണ്ടേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒക്കെയുള്ള പ്രയോഗങ്ങളിലേക്ക് മനുഷ്യർക്ക് പോകുമ്പോൾ ഒരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നും ഇല്ലാണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ബൃഹത്തായിട്ടുള്ള രീതിയിൽ ചർച്ച ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സനാതന സംഭവം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവർ പറയുന്ന രീതിയിൽ സൂപ്പർഫിഷ്യലായിട്ട് വർത്തമാനം പറഞ്ഞ് കളിക്കാനായിട്ടുള്ള രാഷ്ട്രീയ കുടുക്കയല്ല ഇത്.
അപ്പോൾ എന്തായാലും സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തീരില്ല, വിവാദങ്ങൾ ഇനിയും കൊടുക്കാൻ സാധ്യത. ദീർഘമായിട്ടൊരു അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയാണ്. ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.